ഹലോ നമസ്കാരം, ഫാർമേഴ്സ് ഫ്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ അതികഠിനമായ ചൂടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ തോട്ടങ്ങളിലും വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തണ്ടുതുരപ്പൻ ചൊറി അല്ലെങ്കിൽ ബോറർ ആൻഡ് ട്രിപ്സ്. അപ്പം ഈ എല്ലാവർക്കും അറിയാം, ചൂടുള്ള സമയത്ത് തന്നെയാണ് നമുക്ക് തണ്ടുതുരപ്പൻ ചൊറിയെല്ലാം കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിനെങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത്. ആദ്യം തന്നെ ബോറർ അഥവാ തണ്ടുതുരപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 30 to 45 ഡേയ്സ് ആണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ ഇതിനെ 4 വിഭജിച്ചിട്ടുണ്ട്. ഇതിന് 4 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് എഗ്ഗ്, രണ്ടാമത്തെ സ്റ്റേജാണ് ലാർവ, മൂന്നാമത്തെ സ്റ്റേജ് പ്യൂപ്പ, നാലാമത്തെ സ്റ്റേജാണ് അഡൽട്ട്. അപ്പോൾ നമുക്കിതിന് ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലാർവ സ്റ്റേജ് മാത്രമാണ്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എഗ്ഗിൽ നമുക്ക് കണ്ടുവരുന്നത് ഒരു പെയിൽ യെല്ലോ കളർ അല്ലെങ്കിൽ ക്രീമി വൈറ്റ് കളറാണ് നമുക്ക് ഈ എഗ് സ്റ്റേജിലുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് അഡൽട്ട് മുട്ടയിടുന്നത്. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 5 ദിവസമാണ്. അപ്പോൾ 3 to 5 ദിവസത്തിനുള്ളിൽ ഇത് വിരിഞ്ഞ് പുതിയ പുഴുവായിട്ട് വരും. ഈ പുതിയ വിരിഞ്ഞ് വരുന്ന പുഴുവിനെയാണ് നമ്മൾ ലാർവ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ഡാമേജിങ് ഫേസ് ആണ്. അപ്പം ഈ സമയത്ത് ആദ്യം വിരിഞ്ഞ് വരുന്ന പുഴുവിന് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇതൊരു പിങ്കിസ്റ്റ് റെഡ് കളറിലേക്ക് മാറും. ഇതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ പുതിയ ശരത്തിലേക്കും പുതിയ ചിമ്പിലേക്കൊക്കെ അത് കുറച്ച് ടെൻഡർ ആയതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ഇത് പ്രവേശിക്കുന്നത്. ഇതൊരു കുഴി ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇത് ഫീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് ഫീഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്ന ഈ പച്ച നിറത്തിലുള്ള ഒരു പൊടി പോലെ അല്ലെങ്കിൽ ഒരു പൗഡർ പോലെ കാണുന്ന ഈ തട്ടകളിൽ കാണുന്നത്. അതാണ് നമ്മുടെ തോട്ടങ്ങളിൽ പോകുമ്പോൾ ലൈവായിട്ട് നമുക്ക് പുഴു ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലാർവ സ്റ്റേജിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 12 to 22 ദിവസം വരെയാണ്. ഇത് അന്തരീക്ഷ താപനിലയെ ബന്ധപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ തട്ട ഒടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാനിക്കൽ ബ്രേക്കേജ്, അതായത് നമ്മുടെ തട്ടയല്ല നമ്മുടെ ശരത്തിൻ്റെ അറ്റം മുറിഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാപ്സ്യൂള് കാ പിടിക്കുന്നത് കുറവായിട്ട് വരിക. അപ്പോൾ ഈ 3 പ്രധാന കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഈൽഡിൽ നന്നായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും ബാധകമായിട്ടുള്ള സ്റ്റേജ് ലാർവ സ്റ്റേജ് തന്നെയാണ്. അപ്പം മരുന്നടിയുടെ ഇടവേള അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. അപ്പോൾ ഒരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ളൊരു ലാർവ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങും. ഈ പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്നത് കൂടുതലും തട്ടയ്ക്കുള്ളിൽ തന്നെയാണ് കാണുന്നത്. നമ്മൾ ആ തണ്ട് തുറന്നു പോയതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് പ്യൂപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 7 to 12 ദിവസമാണ്. അപ്പം ഈ ദിവസത്തിനുള്ളിൽ ഇത് അഡൽട്ടായി മാറും. അഡൽട്ടായി മാറുന്നതെന്ന് പറഞ്ഞാൽ ശലഭം, നമ്മൾ എന്താണ് പറയുന്നത്, ഇപ്പോൾ തോട്ടങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ശലഭങ്ങളെ കാണാറുണ്ട്. ഇതിൻ്റെ 2 ചിറകുകളുണ്ട്. ഇതിൻ്റെ 2 ചിറകുകളിലും 2 ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരിട്ട് കണ്ടവരായിരിക്കും നമ്മൾ ഭൂരിപക്ഷം കർഷകരും. അപ്പോൾ ഇത് രാത്രിയിലൊക്കെ ഇറങ്ങി നമ്മുടെ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ചെറിയൊരു വലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കയ്യിലേക്ക് തട്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ആണ് നമ്മുടെ ആദ്യം പറഞ്ഞ എഗ് സ്റ്റേജിലേക്ക് പോയി മുട്ടയിടുന്നത്. ഈ അഡൽട്ടായിട്ട് കാണുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 3 to 4 ദിവസമാണ്. അപ്പോൾ ഈ 4 ദിവസത്തിനുള്ള ഈ ലൈഫ് സ്പാനിൻ്റെ ഇടയ്ക്ക് ഇത് പോയി എഗ്ഗിൽ മുട്ട നിക്ഷേപിച്ച ശേഷം വീണ്ടും ഈ സർക്കിൾ റൗണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ താപനില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ 10 to 12 എന്നൊക്കെ പറഞ്ഞത് 10 ആവും. ആ രീതിയിലോട്ടാണ് ഇത് വ്യത്യാസം വരുന്നത്. ഇതിന് ചിറകുകളുള്ളതുകൊണ്ട് തന്നെ ഇതിന് പറക്കാൻ സാധിക്കും. ഇതൊരു ആക്റ്റീവ് ഫ്ലൈ ആണ്. ഇത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പറന്ന് ചെയ്യുന്ന മുട്ടകൾ നിക്ഷേപിക്കും. അപ്പം ഈ ചൂടുള്ള സമയത്താണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ കുറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മരുന്നടിക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ മഴയുള്ള സമയത്ത് 30-35 ദിവസം കൂടുമ്പോൾ മരുന്നടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 20 to 25 ദിവസത്തിൽ തന്നെ മരുന്നുകൾ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഡോസ് കൂട്ടി അടിക്കരുത്. മിനിമൽ ഡോസിൽ തന്നെ ആ ഒരു ഡ്യൂറേഷൻ കുറച്ച് തന്നെ സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ ട്രിപ്സ് ഒരു ചിറകളുണ്ടെങ്കിൽ അതൊരു പാസീവ് ഫ്ലൈ ആണ്. പക്ഷെ അതിന് പറക്കാൻ സാധിക്കില്ല. അതൊരു എയർ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മറ്റൊരു ചെടിയിലേക്ക് എത്തിയിട്ട് ചൊറി സ്പ്രെഡ് ആവത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ ബോറർ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് വെച്ചാൽ ഇതിനൊക്കെ ഏതൊക്കെ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഏതാനും ചില മരുന്നുകളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി എക്കാലക്സ് ഒരു 300 ml, ഇന്നാമിക്സ് ഒരു 100 gram കൂടി ചേർത്ത് നമുക്ക് 200 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് CTPR കൊറാജൻ പോലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് 30 ml 200 ലിറ്റർ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നോവാൽറോൺ പ്ലസ് ഇമാമിക്റ്റിൻ 200 ml 200 ലിറ്ററിന് ഉപയോഗിക്കാവുന്നതാണ്. നാലാമതായിട്ട് നോവാൽറോൺ പ്ലസ് ഇൻഡോസികാർബ് ഒരു 125 ml 200 ലിറ്ററിന് ഉപയോഗിക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് ഒരു ഫെനോസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂബൻഡാമൈഡ് പ്ലസ് ഡെൽറ്റാമിത്രൻ 125 ml 200 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മരുന്നുകളെല്ലാം ചേരുന്ന സമയത്ത് ചൊരുക്കൂടുള്ളൊരു മരുന്ന് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അഞ്ചാമതായിട്ട് ഡെലിഗേറ്റ് അല്ലെങ്കിൽ സബ്മിറ്റ്, അപ്പോൾ അതൊരു 50 ml നമുക്ക് 200 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ചൊറിക്കും നടുവരപ്പിനും റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആറാമതായിട്ട് ട്രാസിഡ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു 80 ml 200 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി മരുന്നുകളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് ട്രിപ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അറിയിക്കാവുന്നതാണ്. ഇനി മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.